വളവന്മാർ ചേർന്നിട്ട് വേലിനെ തന്നെ തിന്നുന്ന ഒരു കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ബി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ പട്ടാപ്പകൽ സമയത്ത് സംഘികളെ മുന്നിൽപ്പെട്ടിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്തോ ഒരു കേസന്വേഷണത്തിന് പ്രതിനെ തപ്പി ഇറങ്ങിയിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥ നേരെ ചെന്നുപെട്ടത് കുറച്ച് സംഘികളെ മുന്നിലേക്കാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ വിട്ട് പിച്ച് ചീന്തി അവരുടെ യൂണിഫോം ഒക്കെ വലിച്ചു പറിച്ച് അവർ കരഞ്ഞു കൈകൂപ്പി പിന്നെ വെറുതെ വിടണമെന്ന് യാചിക്കുകയാണ്. യൂണിഫോമിലുള്ള ഒരു പോലീസുകാരിന്റെ അവസ്ഥ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കണം. ശത്രുക്കളിൽ നിന്ന് രാജ്യത്തിനെ കാക്കുന്ന പട്ടാളക്കാര് മിത്രങ്ങളിൽ നിന്ന് എത്രത്തോളം സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു ഇൻസിഡന്റാണ്. ഇതും ബി ഭരിക്കുന്ന പുണ്യഭൂമിയായിട്ടുള്ള ഒഡീഷ എന്നുള്ള മേജർ റാങ്കിലുള്ള പട്ടാള ഉദ്യോഗസ്ഥൻ ഭാവി വധുവിനെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. മേജറും ഭാര്യയും കൂടെ ചെന്നുപെട്ടത് രാജ്യസ്നേഹികളായിട്ടുള്ള സനാതന സംഘികളുടെ ഇടയിലേക്കായി. സംഘികൾ ഇവരെ രണ്ടാളെയും കാറ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യലായി, ഭേദം ചെയ്യലായി. അവസാനം ഈ ഒരു മേജർ റാങ്കിലുള്ള ആ പട്ടാളക്കാരന്റെ പെണ്ണിനോട് സംഘി നാറി നിന്റെ മക്കൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള ചെറ്റത്തിൽ അയാളെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അവരെ കയറി പിടിക്കുകയും അവരെ വസ്ത്രങ്ങൾ ഊരി മാറ്റിയും പറയുമ്പോൾ പോലും നമുക്ക് അത്രത്തോളം വിഷമം തോന്നുന്ന രീതിയിൽ. കാരണം എന്താ വെച്ചാൽ രാജ്യത്തെ കാക്കുന്ന ഒരു സൈനികന്റെ ഭാര്യനോടാണ് ഈ രാജ്യസ്നേഹം അങ്ങോട്ട് എടുത്തിട്ട് ഒഴുക്കി വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സംഘികളെ സാന്നിധ്യമുള്ള പ്രദേശത്തു കൂടെ ഭാര്യനെയും കൂട്ടി ഒറ്റക്ക് പോയാലേ പ്രശ്നമുള്ളൂ, കൂടെ രണ്ടാൾക്കാരും കൂട്ടി പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതല്ലേ. ഈ ഒരു സംഭവം നടക്കുന്നത് വിശുദ്ധ മധ്യപ്രദേശിലാണ്. 2 ആർമി ഓഫീഷ്യൽസ് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് മധ്യപ്രദേശിലുള്ള ജാംഗേറ്റ് ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. ആ ടൂറിസ്റ്റ് ഏരിയ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇവർ ഇറങ്ങിപ്പെട്ടുള്ളത് ഒരു കൂട്ടം മിത്രങ്ങളെ രാജ്യസ്നേഹികളെ മുന്നിൽ വെച്ചാണ്. രാജ്യസ്നേഹികൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഇവരെ 4 പേരെയും തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി തോക്ക് കാണിച്ച് ഇവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും പണവും ഇതെല്ലാം അടിച്ചു മാറ്റി ഇവരെ കൊള്ളയടിച്ചു. അതിനുശേഷം മറ്റു 3 പേരെയും മർദ്ദിച്ച് അവശരാക്കിയിട്ട് കൂടെയുള്ള ഒരു പെൺകുട്ടിനെ 6ഓളം ആളുകൾ ചേർന്നിട്ട് തോക്കിൻ മുനയിൽ നിർത്തിയിട്ട് കൂട്ടമായിട്ട് രാജ്യസ്നേഹം നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാജ്യത്തെ കാക്കുന്ന 2 പട്ടാളക്കാരും അവരുടെ സുഹൃത്തുക്കളുമാണ് പോയിട്ടുള്ളത്. ആ പട്ടാളക്കാരെ കൊള്ളയടിച്ചിട്ട് അടിച്ചു വീഴ്ത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് തോക്ക് ചൂണ്ടിയിട്ട് അവരുടെ കൂടെയുള്ള പെൺകുട്ടിനെ ഇവര് ക്രൂരമായിട്ട് ഇതാക്കിയിട്ടുള്ളത്. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെന്ന് പോലും ഇത്രത്തോളം ഒരു ഭീഷണി ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പാകിസ്ഥാനിലുള്ള ശത്രുവായിട്ടുള്ള പട്ടാളക്കാരൻ നേർക്കുനേരെ മുട്ടാൻ വരുമ്പോ അവന്റെ ആക്രമണത്തിൽ നഷ്ടപ്പെടുക അവന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ഈ സംഘികളുടെ മുന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഇവന് നഷ്ടപ്പെടുന്നത് ഇവന്റെ അഭിമാനം, ഇവന്റെ പൗരുഷം, ഇവന്റെ ജീവിതം. ഇവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോകുന്ന ഭാര്യയായി കഴിഞ്ഞാലും പെങ്ങളായി കഴിഞ്ഞാലും സുഹൃത്തായി കഴിഞ്ഞാലും മഹാരായി കഴിഞ്ഞാലും ആ പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ഒക്കെ ഇവന്റെ കൺമുന്നിൽ നശിക്കുന്നത് കാണുന്നതിനെക്കാട്ടിലും വലിയ ക്രൂരത ഒന്നും പാകിസ്ഥാൻ പട്ടാളക്കാരന് ഒരു ഇന്ത്യൻ പട്ടാളക്കാരനോട് ചെയ്യാൻ പറ്റില്ല. അതുപോലുള്ള നാറിയ ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്.